ശ്രീ മുസ്തഫ, ഇപ്പോൾ ഒഡീഷയിൽ ബി ജെ പിക്ക് വലിയ മുന്നേറ്റം പ്രവചിക്കുകയാണ് എക്സിറ്റ് പോൾ സർവേകൾ. അവിടെ ബി ജെ ഡിക്ക് തിരിച്ചടി ഉണ്ടാകുമെന്ന്, വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് പറയുന്നു. മാത്രമല്ല നിയമസഭാ ഭരണം പോലും ബി ജെ പി പിടിക്കും എന്ന് പറയുന്നു. ഒഡീഷയിൽ, ആന്ധ്രാപ്രദേശിൽ YSRCPക്ക് കാര്യമായ ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്ന TDP അവിടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് പറയുന്നു. കർണാടകയിൽ ഈ പറയുന്നത് പോലെ ബി ജെ പിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല കർണാടകയിൽ ബി ജെ പി മുന്നേറ്റം ഉണ്ടാക്കാൻ പോകുന്നു പറയുന്നു. ഈ മൂന്ന് സംസ്ഥാനങ്ങളുടെയും കാര്യം എടുത്തു പറഞ്ഞത് അവിടെയൊക്കെ പരാജയം ഉണ്ടാവുകയാണെങ്കിൽ അത് ഭരണവിരുദ്ധ വികാരം എന്ന് വ്യാഖ്യാനിക്കപ്പെടും ഉറപ്പായും. അത്തരത്തിലുള്ള ചർച്ചകൾ തുടങ്ങിയിട്ടുമുണ്ട്. ശ്രീ മുസ്തഫ, കേരളത്തിൽ LDFന് തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ അത് ഭരണവിരുദ്ധ വികാരം കൊണ്ടാകുമോ? അല്ല, നിങ്ങൾ അതിനു മുമ്പേ ദേശീയ തലത്തിലെ തന്നെ കാര്യങ്ങൾ പറഞ്ഞോളൂ. ഇപ്പോൾ BJPയുടെ വലിയ മുന്നേറ്റം ഉണ്ടാകും എന്ന് പറയുമ്പോൾ തന്നെ ഈ എല്ലാ എക്സിറ്റ് പോൾ സർവേകളും ഉത്തരേന്ത്യയെ കുറിച്ച് എന്താണ് പറയുന്നത്? അതാണല്ലോ BJPയുടെ ഒരു ഹൃദയഭൂമി എന്ന് പറയുന്നത്. അവിടെ നിന്നാണല്ലോ BJP വലിയ വേരുറപ്പിക്കൽ നടത്തിയിട്ടുള്ളത്. അവിടെ BJPക്ക് ഈ പറഞ്ഞ മോഡിയുടെ ഒരു വലിയ തരംഗം, ഈ 350 സീറ്റ് 400-ലൊക്കെ എത്തുമ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJPക്ക് ഒരു ക്ലീൻ സ്വീപ്പ് ഒന്നും പറയുന്നില്ലല്ലോ. പല എക്സിറ്റ് പോളുകളിലും ഇപ്പോൾ BJPക്ക് ഉള്ളതിനേക്കാൾ ആ സംസ്ഥാനങ്ങളിൽ സീറ്റ് കുറയുമെന്നാണല്ലോ പറയുന്നത്. പ്രത്യേകിച്ച് ബീഹാർ, മഹാരാഷ്ട്ര ഒക്കെ സീറ്റ് കുറയുമെന്നാണ് പറയുന്നത്. ഉത്തർപ്രദേശിൽ പോലും വലിയ മുന്നേറ്റം പറയുന്നില്ല. അവര് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് അടക്കി ഭരിച്ച സംസ്ഥാനം. ഗുജറാത്തിൽ കഴിഞ്ഞ തവണ കോൺഗ്രസിന് സീറ്റേ ഇല്ലാതിരുന്നതാണ്. പക്ഷെ ഇവിടെ ഇത്തവണ അവിടെ 3-4 സീറ്റ് കോൺഗ്രസിന് കിട്ടുമെന്നാണ് പറയുന്നത്. അത് നിൽക്കുകയാണ്. എന്താണ് BJP പരമാവധി ആയിക്കോട്ടെ. എന്തായാലും ഞാൻ പറഞ്ഞാൽ ഒരു സീറ്റ് ഗുജറാത്തിൽ നിങ്ങൾ കാണേണ്ടത്, നേരത്തെ നിങ്ങൾ കോൺഗ്രസിനെ കുറിച്ച് സൂചിപ്പിച്ചതുപോലെ ഒരു കരിഷ്മയുള്ള ലീഡറോ അല്ലെങ്കിൽ പിന്നെ വളരെ ഒരു ശക്തമായ സംഘടനാ സെറ്റപ്പോ ഗുജറാത്തിൽ കോൺഗ്രസിനുണ്ടോ? പക്ഷെ എന്നിട്ടും അവിടെ കോൺഗ്രസിന് ഒരു സീറ്റ് കിട്ടും എന്നുള്ള നില വരുന്നു. അപ്പൊ ഇത് കാണിക്കുന്നത് എന്താ? BJPയുടെ ഭരണത്തിനെതിരായിട്ട്, മോഡിയുടെ ഭരണത്തിനെതിരായിട്ടുള്ള ഒരു വലിയ തരംഗം അല്ലെങ്കിൽ അത്തരം ഒരു സമീപനം ഉത്തരേന്ത്യയിൽ പോലും ഉണ്ട് എന്നുള്ളതാണ്. അതിനെ മറികടക്കുന്നത് എങ്ങനെയാ? ആ സീറ്റ് കുറവ്, ഉത്തരേന്ത്യയിലെ സീറ്റ് കുറവ് മറികടക്കുന്നത് എങ്ങനെയാ? ദക്ഷിണേന്ത്യയിൽ പലയിടത്തും കിട്ടും, കേരളത്തിൽ ഈ 3 സീറ്റ് കിട്ടും എന്നൊക്കെയുള്ള പ്രഖ്യാപനം പോലെയാണ് അത് വരുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് ഒരു സ്വാഭാവികത എന്ന് പറഞ്ഞാൽ, ഒരു നമ്മൾ സാധാരണ പറയുന്ന പോലെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി ഈ എക്സിറ്റ് പോളുകൾ യഥാർത്ഥത്തിൽ പ്രതിഫലിപ്പിക്കുന്നുണ്ടോ? അതാണ് വിഷയം. നമ്മൾ കാണേണ്ടത് അങ്ങനെയല്ലേ? അപ്പൊ യഥാർത്ഥത്തിൽ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ ഉള്ളത് എന്താ? BJPക്ക് നല്ല വേരോട്ടമുള്ള, അവർക്ക് ആഴത്തിൽ സ്വാധീനമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ മോഡി പ്രഭാവം ഫലിക്കുന്നില്ല എന്നുള്ളതാണ്. അവര് കുത്തനെ പിറകോട്ടാണ് പോകാൻ സാധ്യത. അതുകൊണ്ട് അത് തന്നെയായിരിക്കും ഉണ്ടാകാനും പോകുന്നത്. അതുകൊണ്ടാണ് 2004-ലേതുപോലെയോ 2021-ലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചോ ഒക്കെ പറഞ്ഞതുപോലെയുള്ള ഒരു എക്സിറ്റ് പോളിലെ പ്രവചനത്തിലെ പെശക് ഇവിടെയും ആവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത്. അല്ലാതെ ഞങ്ങൾ വെറുതെ അങ്ങ് എക്സിറ്റ് പോൾ തെറ്റും എന്ന് പറയുന്നതല്ല. ഈ ഇപ്പൊ വന്ന എക്സിറ്റ് പോളിലെ തന്നെ സൂക്ഷ്മമായ വിലയിരുത്തലിൽ ഉത്തരേന്ത്യയിൽ ഒരു BJP തരംഗമില്ല, മോഡി സ്വാധീനമില്ല. അത് പരിഹരിക്കാൻ ദക്ഷിണേന്ത്യയിൽ കുറച്ചിടത്ത് കിട്ടും എന്നുള്ള പ്രതീക്ഷയാണ്, സാധ്യതയാണ് പറയുന്നത്. പക്ഷെ ദക്ഷിണേന്ത്യയുടെ ഒരു സാധ്യത വെച്ച് ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ BJP ജയിക്കും, കേരളത്തിൽ BJP ജയിക്കും എന്ന് പറയുന്നതിന് യാതൊരു അടിസ്ഥാനവുമില്ല എന്നുള്ളത് ഇവിടുത്തെയൊക്കെ രാഷ്ട്രീയം അറിയുന്നത്. അത് സൂചിപ്പിക്കുന്ന നിലയിലാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ മറ്റൊരു മലയാളം ചാനലിൽ ഇപ്പോൾ വന്നിട്ടുള്ള തിരുവനന്തപുരത്തെയും ആറ്റിങ്ങലിനെയും കുറിച്ചുള്ള വിലയിരുത്തലൊക്കെ കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പറയാൻ കഴിയുന്നത് അങ്ങനെ പരാജയപ്പെട്ട് പാളിപ്പോകാൻ പോകുന്ന ഒരു സെറ്റ് ഓഫ് എന്തെങ്കിലും ഒരു വലിയ വിരുദ്ധ വികാരം ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. ഓക്കെ, ശിവനാഭൻ, ഇവിടെ എന്താണ് അങ്ങനെ പരാജയപ്പെട്ട് പാളിപ്പോകാൻ കഴിയുന്ന ഒരു സെറ്റ് ഓഫ് സൂചനകളാണോ നമ്മൾ ഇന്നലെ കണ്ടത്? ഇപ്പോൾ ഈ സെട്ടാ ബസാർ എന്ന് പറയുന്ന നിയമവിരുദ്ധ പന്തയത്തിൻ്റെ മാർക്കറ്റ് രാജ്യത്തുണ്ടല്ലോ, അതിൻ്റെ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുമുണ്ട്. അപ്പോൾ ഇലക്ഷൻ പൂർത്തിയാകുമ്പോൾ 10 സെട്ടാ ബസാറുകളിൽ ഫലോഡി അടക്കം പറയുന്നത് ഒരു ഹങ് പാർലമെന്റ് പറയുകയാണ്. ഇത്തരത്തിൽ BJPക്ക് വലിയ തോതിൽ മുൻതൂക്കം ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നും ആ സമയത്ത് പറഞ്ഞിരുന്നില്ല. അതിനുശേഷം എക്സിറ്റ് പോളുകൾ വരുമ്പോൾ അവരത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ശ്രീനാഭൻ, അതുകൊണ്ട് മോഡി എന്താണ് ഒരു മോഡി വേവ് ഇല്ല. ഇനി BJP എങ്ങാനും NDA ഭരിക്കാൻ തീരുമാനിച്ചാൽ തന്നെയും ഇത്ര വലിയ ആധികാരികമായ 350-ഓ 360-ഓ സീറ്റിലേക്ക് ഉയരാനും പോകുന്നില്ല. മറുപടി.
അല്ല, ഞങ്ങൾ ഈ എക്സിറ്റ് പോളുകളെ ആധാരമാക്കിയിട്ടോ അല്ലെങ്കിൽ ഇതിനു മുമ്പ് നടന്ന അഭിപ്രായ വോട്ടെടുപ്പുകളെ ആധാരമാക്കിയിട്ടല്ലല്ലോ ഞങ്ങളെ കാൽക്കുലേഷൻ. ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഓരോ ബൂത്തിൽ നിന്നും മൊത്തം പോൾ ചെയ്ത വോട്ട്, ബി ജെ പിക്ക് ലഭിക്കാൻ സാധ്യതയുള്ള വോട്ട്, മറ്റുള്ളവർക്ക് ലഭിക്കാൻ സാധ്യതയുള്ള വോട്ട്, ഇതിൻ്റെ കണക്കെടുത്ത് വിശകലനം ചെയ്ത് ഓരോ സ്ഥലത്തെയും വോട്ട് ടാലി ചെയ്ത് അത് വിശ്വസനീയമാണോ, പ്രവർത്തകർ തന്ന കണക്ക് അത് അവരുടെ പ്രതീക്ഷയിൽ നിന്ന് വന്നതാണോ അതല്ല യാഥാർത്ഥ്യബോധത്തിൽ നിന്ന് വന്നതാണോ എന്ന് വിശകലനം ചെയ്ത് ഇങ്ങനെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഏതാണ്ട് ഞങ്ങൾ മത്സരിക്കുന്ന നിയോജക മണ്ഡലങ്ങളിലെ ഏതാണ്ട് 100% ബൂത്തുകളിലും ഈ ഒരു പ്രോസസ്സ് നടത്തിയതിന് ശേഷം ഞങ്ങളെടുത്ത കണക്ക് പ്രകാരമാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് വലിയ ഭൂരിപക്ഷം ഉണ്ടാവുമെന്ന്. അതിന് എക്സിറ്റ് പോളുകാർ അതിന് അനുകൂലമായി അല്ലെങ്കിൽ അതിന് അനുസരിച്ചിട്ടുള്ള ഫലം പുറത്തു വിട്ടുന്നേ ഉള്ളൂ. അപ്പോൾ അവരെന്തോ പറഞ്ഞോട്ടെ, അത് ഞങ്ങൾക്ക് ബാധകമല്ല. കാരണം റിപ്പബ്ലിക് ചാനൽ, അർണബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക് ചാനൽ 2023 നവംബർ മാസത്തിൽ ഛത്തീസ്ഗഡ് ബി ജെ പിക്ക് പോകും എന്ന് എക്സിറ്റ് പോളിൽ പറഞ്ഞു. ഒപ്പീനിയൻ പോളിലല്ല കേട്ടോ, എക്സിറ്റ് പോളിൽ പറഞ്ഞു. ഏതാണ്ട് ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളും ഛത്തീസ്ഗഡ് പോകുമെന്നാണ് പറഞ്ഞത്. അന്ന് അമിത്ഷാ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതലേ പറഞ്ഞു കിട്ടുമെന്ന്. എൻ്റെ ഛത്തീസ്ഗഡിലെ ബി ജെ പിക്കാരായ സുഹൃത്തുക്കളെ ഞാൻ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഒന്നും സംശയവും വേണ്ട, നമ്മൾ ഛത്തീസ്ഗഡിൽ ജയിക്കുമെന്ന്. അവർ കോൺഫിഡൻ്റ് ആയിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ റിപ്പോർട്ടുകൾ വന്നിട്ടും അവർ ഛത്തീസ്ഗഡ് പിടിച്ചെടുത്തു. ഒരു സത്യമുണ്ട് ആഷ്മി, ഇത് ഞങ്ങളെ എതിർക്കുന്നവരും ഞങ്ങൾ ഏറ്റവും വലിയ ശത്രുക്കളും അംഗീകരിക്കുന്നതാണ്. ഞങ്ങൾക്ക് ഒരു അതിശക്തമായ സംഘടനാ സംവിധാനമുണ്ട്. ആ കാര്യത്തിൽ ഞങ്ങൾ ഒട്ടും മോശക്കാരല്ല, അല്ലെങ്കിൽ ഞങ്ങൾക്കുള്ളത്ര ശക്തി ഇവിടെ ആർക്കും ഉണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. അപ്പം ഞങ്ങൾ ഇന്ത്യയിലെ ഞങ്ങൾ മത്സരിക്കുന്ന നിയോജക മണ്ഡലങ്ങളിലെ ഏതാണ്ട് എല്ലാ ബൂത്തിലും പ്രവർത്തിക്കാനും ബൂത്തിനുള്ളിലിരിക്കാനും ബൂത്തിന് പുറത്തിരിക്കാനും ബൂത്തിലേക്ക് വോട്ടർമാരെ കൊണ്ടുവരാനും അങ്ങനെ ആ ബൂത്തിലെ മുഴുവൻ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ ശേഷിയുള്ള ഒരു പ്രവർത്തക നിര ഞങ്ങൾക്കുണ്ട്, ബൂത്ത് സംവിധാനം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ഏതാണ്ട് 90% ബൂത്തുകളിലും ഞങ്ങൾ മത്സരിച്ച മണ്ഡലങ്ങളിലെ 90% ബൂത്തുകളിലും പേജ് പ്രമുഖന്മാരെ നിശ്ചയിച്ചിട്ടുണ്ട്. അത് പല സ്ഥലത്തും ഒരു പേജിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഒരാൾക്ക് കൊടുത്തത്, അതിൻ്റെ മറ്റേ ഭാഗം പിൻഭാഗം വേറൊരാൾക്കാണ് കൊടുത്തത്. പക്ഷേ അത്രയ്ക്ക് ആൾ ശേഷി ഇല്ലാത്ത സ്ഥലത്ത് ഒരു പേജ് മൊത്തമായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പേജ് സംവിധാനം, പേജ് കണക്കെടുപ്പ്, അങ്ങനെ വോട്ടർമാരെ കൊണ്ടുവരിക, ഇതൊക്കെ ചെയ്യുന്നൊരു പാർട്ടി എന്ന നിലയിൽ ഞങ്ങളെ കണക്കൂട്ടലുകൾ സാധാരണഗതിയിൽ തെറ്റാറില്ല. ഒരു 5, 2, 3 അല്ലെങ്കിൽ 5% അങ്ങോട്ടോ ഇങ്ങോട്ടോ വന്നേക്കാം. ഒരു പക്ഷേ 100 വോട്ടിൻ്റെയോ 200 വോട്ടിൻ്റെയോ 500 വോട്ടിൻ്റെയോ വ്യത്യാസത്തിൽ നഷ്ടപ്പെടുകയോ ജയിക്കുകയോ ചെയ്യുന്ന ലോക്സഭാ സീറ്റുകളുണ്ട്. ഇപ്പോൾ 2009 കോഴിക്കോട് ശ്രീ MK രാഘവൻ ജയിച്ചത് 800 വോട്ടിനാണ്. അപ്പോൾ അങ്ങനത്തെയൊക്കെ സീറ്റുകൾ ഓക്കെ, അതൊക്കെ നമുക്ക് തെറ്റിപ്പോവും. പക്ഷേ ഇൻ ജനറൽ ഞങ്ങളെ കണക്കൂട്ടലുകൾ വളരെ കൃത്യമാണ്. ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഈ വരുന്ന 4-ാം തീയതി ഈ സമയമാവുമ്പോഴേക്കും വലിയ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ 300-ലധികം. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.